Dear students, ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് the relation between Cartesian coordinate, cylindrical coordinate and spherical coordinate. ഇത് ബിടെക് സ്റ്റുഡൻസിന് അവരുടെ ഫസ്റ്റ് സെമ്മിലും സെക്കൻഡ് സെമ്മിലും പഠിക്കാവുന്നതാണ്. BSc മാത്തമാറ്റിക്സുകാർക്ക് അവരുടെ തേർഡ് ഇയറിൽ വെക്ടർ അനാലിസിസ് പേപ്പർ പഠിക്കാവുന്നതാണ്. BSc ഫിസിക്സുകാർക്കും കെമിസ്ട്രിക്കാർക്കും അവരുടെ സബിൽ പഠിക്കാവുന്നതാണ്. ഇത് കൂടാതെ നമ്മൾ ട്രിപ്പിൾ ഇന്റഗ്രേറ്റ് ചെയ്തും ഡബിൾ ഇന്റഗ്രേറ്റ് ചെയ്തും വോളിയവും മാസും അതുപോലെ തന്നെ ഏരിയയും കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ വേറൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. കാണാത്തത് ആ വീഡിയോ കാണുക. നെക്സ്റ്റ്, റെക്ടാങ്കുലർ, സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ഇറ്റ്സ് റിലേഷൻ ബിറ്റ്വീൻ റെക്ടാങ്കുലർ, സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ആദ്യം റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. ഇതാണ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് അതാണ് പി എന്ന് പറയുന്ന ഒരു പോയിന്റ്. പിയുടെ കോർഡിനേറ്റ് നമ്മൾ എഴുതുക എക്സ്, വൈ, സെഡ് എന്നായിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ വൈ ആക്സിൽ നിന്നുള്ള ദൂരമാണ് എക്സ്. ഇതാണ് എക്സ്. വൈ എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിൽ നിന്നുള്ള ദൂരമാണ് വൈ. സെഡ് എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് സെഡ്. അതാണ് എക്സ്, വൈ, സെഡ്. അതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇനി ഈ പി എന്ന് പറയുന്ന പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എങ്ങനെയാ പറയാന്നുള്ളത്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്, ആ പി എന്ന് പറയുന്ന പോയിന്റ് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. അപ്പൊ ഇതാണ് പി എന്ന് പറഞ്ഞ പോയിന്റ് ആറാണ് എന്ന് പറഞ്ഞാൽ അത് ഈ പി എന്ന് പറയുന്ന പോയിന്റ് റേഡിയസ് ആയിട്ടുള്ള ഒരു സിലിണ്ടറിന്റെ മുകളിലായിരിക്കും. അപ്പൊ അതിന്റെ കോർഡിനേറ്റ് എഴുതുക, ഈ പി എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ് ഇടുക ആർ തീറ്റ സെഡ് എന്നാണ്. ഈ ആർ എന്ന് പറയുന്നത് ഈ പോയിന്റ് റേഡിയസ് ഉള്ള ഒരു സിലിണ്ടറിന്റെ മുകളിലായിരിക്കും. അതാണ്. രണ്ടാമത് തീറ്റ എന്ന് പറയുന്നത് ഈ പോയിന്റിന് എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷനാണ്. ഈ പോയിന്റ് എക്സ് വൈ പ്ലെയിനിലുള്ള പ്രൊജക്ഷൻ. ആ പ്രൊജക്ഷനിലേക്ക്, ഒറിജിനിൽ നിന്നും ആ പ്രൊജക്ഷനിലേക്ക്, ഇതാണ് എക്സ് ആക്സിൽ നിന്നും, ഇതാണ് എക്സ് ആക്സ്, ഇതാ പ്രൊജക്ഷനിലേക്കുള്ളത്. എക്സ് ആക്സിൽ നിന്ന് ആ പ്രൊജക്ഷനിലേക്കുള്ള ആന്റി ക്ലോക്ക് വൈസ് ആംഗിൾ തീറ്റ എന്നുള്ളതാണ്. അതാണ് രണ്ടാമത്തെ തീറ്റ. ആർ എന്ന് പറയുന്ന ഈ സിലിണ്ടറിന്റെ റേഡിയസ്, തീറ്റ എന്ന് പറയുന്നത് എക്സ് വൈ പ്ലെയിനുള്ള പ്രൊജക്ഷനിലേക്ക് എക്സ് ആക്സിൽ നിന്നുള്ള ആംഗിൾ. സെഡ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ പറഞ്ഞ സെഡ് തന്നെയാണ്. ഈ സെഡ് തന്നെയാണ് ഈ സെഡും. എന്ന് പറഞ്ഞാൽ എക്സ് വൈ പ്ലെയിനിൽ നിന്നുള്ള ഉയരം, എക്സ് വൈ പ്ലെയിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ഇനി അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഇതാണ് സ്പെറിക്കൽ കോർഡിനേറ്റ്. സ്പെറിക്കൽ കോർഡിനേറ്റ് പോയിന്റ് എഴുതുന്ന പി എന്ന് പറയുന്ന ഈ പോയിന്റിന്റെ അടുത്ത പോയിന്റ് ഇതാണ് പി. അപ്പൊ പി റെപ്രസെന്റ് ചെയ്യുന്നത് സ്പെറിക്കൽ കോർഡിനേറ്റിൽ പി എന്ന് പറയുന്ന പോയിന്റ് റോ തീറ്റ ഫൈ ആണ്. റോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോയിന്റ് പി എന്ന് പറയുന്ന പോയിന്റ് ഒറിജിനിൽ നിന്നുള്ള ദൂരം റോ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഈ സ്പിയറിന്റെ മുകളിലാണ് ഈ പോയിന്റ് ഉള്ളത്. ഒരു സ്പിയറിന്റെ മുകളിലാണ് ഈ പോയിന്റ് ഉള്ളത്. ഈ സ്പിയറിന്റെ റേഡിയസ് റോ ആണ്. അതാണ് ഒറിജിനിൽ നിന്നുള്ള ദൂരം. ആ പോയിന്റിലേക്കുള്ള ദൂരം, ഒറിജിനിൽ നിന്നുള്ള ദൂരം റോ ആണ്. അതാണ് റോ കൊണ്ട് ഉദ്ദേശിക്കുക. റോ റേഡിയസ് ഉള്ള സർക്കിൾ. തീറ്റ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ഇവിടെ പറഞ്ഞ തീറ്റ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ പോയിന്റ് എക്സ് വൈ പ്ലെയിനുള്ള പ്രൊജക്ഷൻ എടുക്കുക. അപ്പോൾ എക്സ് ആക്സുമായിട്ടുള്ള ആംഗിൾ തീറ്റയാണ്. ദെൻ അതാണ് തീറ്റ. ഫൈ എന്ന് പറയുന്നത് ഈ സെഡ് ആക്സിസും ഈ ഒറിജിനിൽ നിന്നുള്ള ഈ പോയിന്റിലേക്ക് ഉള്ള ദൂരം നോക്കുക. ഈ സെഡ് ആക്സുമായിട്ടുള്ള ആംഗിൾ ആണ് ഫൈ. അങ്ങനെയാണ് 3. അപ്പൊ ഇതിൽ തീറ്റ, ഇതിൽ രണ്ടിലും ഒന്ന് തന്നെയാണ്. തീറ്റ എന്ന് പറയുന്നത് രണ്ട് കോർഡിനേറ്റിലും ഒന്ന് തന്നെയാണ്. തീറ്റ എന്ന് പറയുന്നത് രണ്ടിലും ഒന്ന് തന്നെയാണ്. സെഡ് എന്ന് പറയുന്നത് ഇവിടെ ഒന്ന് തന്നെയാണ്. ഇവിടെ നമ്മൾ ഈ റോയുടെ ആംഗിൾ 0യിൽ കൂടുതലായിരിക്കും. അതാണ് റോ എന്ന് പറയുന്ന ഈ റേഡിയസ് 0യിൽ കൂടുതലായിരിക്കും. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 0 to 2π ആയിരിക്കും. ഇവിടുത്തെ തീറ്റയും 0 to 2π ആയിരിക്കും. ഒരു ഫുൾ റൗണ്ട് വരെ വരാം എക്സ് ആക്സിന്. ഇനി ഫൈ എന്ന് പറയുന്ന ഇവിടുത്തെ ഈ ആംഗിള് എന്ത് വരാം? ഈ ആംഗിള് സെഡ് ആക്സുമായിട്ടുള്ള താഴേക്ക് വന്ന മാക്സിമം വന്നാൽ ഈ സൈഡിൽ കൂടെ 180 ഡിഗ്രി വരാം. അതാണ് ഫൈ വരെ പോവാം. ഈ സൈഡിൽ കൂടെ ഫൈ വരെ പോവാം. അപ്പൊ ഫൈയുടെ വാല്യൂ 0 മുതൽ പൈ വരെയാണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. ഒന്നും കൂടെ നിങ്ങൾ ഇത് എക്സും വൈയും സെഡും ഏത് വാല്യൂ ആകാം.
ഇവിടെ 6 റേഡിയസ് ആണ്, 6 സീറോയിൽ കൂടുതലായിരിക്കണം. ഇവിടെ തീറ്റ 0ക്കും 2πക്കും ഇടയിലായിരിക്കും. ഇവിടെ 5 റോ എന്ന് പറയുന്ന റേഡിയസ് 0യിൽ കൂടുതലായിരിക്കും. തീറ്റ 0ക്കും 2πക്കും ഇടയിലായിരിക്കും. ദെൻ ഫൈയുടെ വാല്യൂ മാക്സിമം 180 ഡിഗ്രി വരെ പോവുള്ളൂ. അതാണ് നിങ്ങൾ ഓർക്കേണ്ട കാര്യം. നെക്സ്റ്റ് സ്പെഷ്യൽ കേസസ്. ഈ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ R = A എപ്പോഴും സിലിണ്ടറിന്റെ റേഡിയസ് ആണ്, A > 0. ഒരു കോൺസ്റ്റന്റ് R = A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ R = A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീറ്റയും സെഡും ആബ്സെന്റ് ആണ്. അപ്പൊ സെഡ് ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന A റേഡിയസിലുള്ള സിലിണ്ടർ ആണ്. അതാണ് ഈ എൻഡയർ സിലിണ്ടർ വരും. ഇത് രണ്ട് സൈഡിലേക്ക് സെഡ് ഡയറക്ഷനിൽ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടാവും. അതിന്റെ റേഡിയസ് 6 ആയിരിക്കും. തീറ്റയെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ ഫുൾ റൗണ്ട് വരും. അപ്പൊ R = A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിലിണ്ടർ ആണ്, സെഡ് ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന A റേഡിയസ് ആയിട്ടുള്ള സെഡ് ആക്സിസിൽ കൂടെ കടന്നു പോകുന്ന സിലിണ്ടർ ആണ് ഇവിടെ. അതാണ്. ഇനി R = 0 എന്ന് പറഞ്ഞാലോ റേഡിയസ് 0 ആയിരിക്കും. അപ്പൊ സെഡ് ആക്സിസ് തന്നെയായിരിക്കും. R = 0 ആകുമ്പോൾ എക്സും വൈയും 0 ആണ്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പൊ R = 0 എന്ന് പറഞ്ഞാൽ സെഡ് ആക്സിസ്, R = A എന്ന് പറയുന്ന A റേഡിയസ് ആയിട്ട് സെഡ് ആക്സിൽ കൂടെ കടന്നു പോകുന്ന സിലിണ്ടർ. അതാണ് θ0. θ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് എക്സ് ഡയറക്ഷൻ, ഇത് വൈ ഡയറക്ഷൻ, ഇത് സെഡ് ഡയറക്ഷൻ. θ0 എന്ന് പറയുന്നത് എക്സ് ആക്സിൽ θ0 ആംഗിളിൽ ഒരു ലൈൻ എടുക്കുക. ഇതിനകത്ത് ഈ ലൈനിൽ വേറൊന്നും പറയുന്നില്ല, തീറ്റ മാത്രമേ പറയുന്നുള്ളൂ. ആറിനെ പറ്റിയും അതുപോലെ തന്നെ സെഡിനെ പറ്റിയും ഒന്നും പറയുന്നില്ല. അപ്പം ഇതിലെ കടന്നു പോകുന്ന ഈ ലൈനിൽ കൂടെ കടന്നു പോകുന്ന പ്ലെയിൻ ആണ്. ഒരു ഹാഫ് പ്ലെയിൻ ആയിരിക്കും. ഇത് ഹാഫ് പ്ലെയിൻ ഓർമ്മ വേണം. ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യും, ഇത് ഇങ്ങോട്ട് മറ്റു ഡയറക്ഷനിൽ വരും ഈ ഹാഫ് പ്ലെയിൻ. ഓക്കെ. ദെൻ അടുത്തത് സെഡ് = A. സെഡിനെ പറ്റി ബാക്കിയൊന്നും പറയുന്നില്ല. അപ്പം XY സെഡ് = A. അപ്പൊ സെഡ് ആക്സിൽ A ഡിസ്റ്റൻസിൽ ഒരു പോയിന്റ് എടുക്കുക. ആ പോയിന്റിൽ കൂടെ കടന്നു പോകുന്ന ഒരു പ്ലെയിൻ ആണ് ഈ പ്ലെയിൻ ആണ്. അതാണ് സെഡ് = A എന്ന് പറയുന്ന പ്ലെയിൻ. അത് നിങ്ങൾ ഓർക്കണം. അതാണ് സെഡ് = A എന്ന് പറയുന്ന പ്ലെയിൻ. അതൊരു പ്ലെയിൻ ആണ്. പ്ലെയിൻ്റെ ഇക്വേഷൻ ആണ് സെഡ് = A എന്ന് വെച്ചാൽ XY പ്ലെയിൻ. സെഡിനെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ, എക്സിനെ പറ്റിയും വൈയെ പറ്റിയും ഒന്നും പറയുന്നില്ല. അപ്പോൾ സെഡിന്റെ ഡിസ്റ്റൻസ് A ആണ്. XY പ്ലെയിനിൽ നിന്നും A ഡിസ്റ്റൻസിൽ എടുക്കുക. അതിലുള്ള ആ A ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റും എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയിൻ ആയിരിക്കും. Then next, what point satisfy the equation R = 2? R = 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R റേഡിയസ് ഉള്ള ഒരു സിലിണ്ടർ എടുക്കുക. Then θ = π/4. അങ്ങനെ തീറ്റ π/4 ഇത് R ആണ്, ഇത് 2 ആണ്. തീറ്റ π/4 എടുക്കുക, ഇത് π/4 എടുക്കുക. π/4. സെഡിനെ പറ്റി ഒന്നും പറയുന്നില്ല. അപ്പൊ ഇത് രണ്ടും എടുത്ത് ഈ പോയിന്റ് എടുത്ത് സെഡിനെ പറ്റി ഒന്നും പറയുന്നില്ല. സെഡ് എന്തും ആകാം. അപ്പം ഇതിലെ ഈ വരയ്ക്കുന്ന ഈ ലൈനെയാണ് നമ്മൾ ഈ സെഡ് ആക്സിന് പാരലായിട്ട് വരയ്ക്കുന്ന ലൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത് R = 2, θ = π/4. സെഡിനെ പറ്റി ഒന്നും പറയുന്നില്ല. സെഡ് ഇപ്പം 2 എന്നെങ്ങാനും സെഡ് ഇപ്പം 4 എന്നോ അല്ലെങ്കിൽ -4 എന്ന് പറഞ്ഞെന്ന് വിചാരിക്കുക. അങ്ങനെയാണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് -4 പോയിന്റിൽ ഒരു പോയിന്റ് എടുത്ത് ഇവിടെ ആയിരിക്കുക പോയിന്റ് ഉണ്ടാകുക. ഇത് ഈ ലൈനിൽ -4. അപ്പൊ 4നെ സെഡിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. ദെൻ ദ റിലേഷൻ ബിറ്റ്വീൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. ആദ്യത്തെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണ്, സിലിണ്ടറിന്റെ മുകളിലുള്ള പോയിന്റ് ആണ്. ഇത് സിലിണ്ടറിന്റെ റേഡിയസ് ആണ്, ഇത് ആംഗിൾ തീറ്റയാണ്, ഇത് ഹൈറ്റ് ആണ്. XYZ നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. ഇത് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പൊ ഇവിടെ നിങ്ങൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഈ ആറും തീറ്റയും സെഡും ഒന്നു തന്നെയായിരിക്കും. ഇത് രണ്ടും മാറ്റമൊന്നുമില്ല. ഇനി ഈ ആറ് കണ്ടുപിടിക്കാനായിട്ട് ഈ എക്സ് എന്ന് പറയുന്നത് R cos θ ആയിരിക്കും. Y എന്ന് പറയുന്നത് R sin θ ആയിരിക്കും. Z = Z ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ R² എന്തായിരിക്കും? ഈ R² എന്തായിരിക്കും? R² എന്തായിരിക്കും? X² R² cos θ, Y² R² sin θ. അതിൻ്റെ അത് നമ്മൾ എന്തും X²
പ്ലസ് വൈ സ്ക്വയർ ഉള്ളത് എന്തായിരിക്കും ആർ സ്ക്വയർ ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ അത് ഒന്നായിരിക്കും. അപ്പൊ ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. ഇത് ഓർമ്മ വേണം. ഇനി ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ് എന്ന് കിട്ടും. ടാൻ തീറ്റ ഇതാണ് റിലേഷൻഷിപ്പ്. തീറ്റ ഇതിൻ്റെ അകത്ത് കണ്ടുപിടിക്കാം, ഇതിൻ്റെ അകത്ത് തീറ്റ കണ്ടുപിടിക്കാം, ഇതിൻ്റെ അകത്ത് ആറ് കണ്ടുപിടിക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും ആറിന്റെ വാല്യൂ 0യിൽ കൂടുതലായിരിക്കും, തീറ്റയുടെ വാല്യൂ 0യ്ക്കും 2πയ്ക്കും ഇടയിലായിരിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കുമ്പോൾ മനസ്സിലാവും. ഫൈൻഡ് ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് വിത്ത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്. ഇവിടെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് തന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ ആദ്യം തരുന്ന സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് 6 ആണ്. r ഈക്വൽ ടു 4. രണ്ടാമത് തരുന്ന തീറ്റയാണ്. തീറ്റ ഈക്വൽ ടു 2π/3. മൂന്നാമത്തെ സെഡ് ആണ്. സെഡ് ഈക്വൽ ടു, അപ്പോൾ നമ്മൾ എക്സും വൈയും കണ്ടുപിടിക്കണം. സെഡ് തന്നിട്ടുണ്ട്. അപ്പൊ എക്സ് ഈക്വൽ ടു എന്താ ആർ കോസ് തീറ്റ. ആർ ഇതാണ് 4. കോസ് 2π/3 ആണ്. കോസ് 120. കോസ് 120 എത്രയാ മൈനസ് ഹാഫ്. സെക്കൻഡ് ക്വാർട്ടർ ആണ്. അപ്പം -2 കിട്ടി. ഇനി വൈ കാണണം. വൈ ഈക്വൽ ടു എന്തായിരിക്കും ആർ സൈൻ തീറ്റയാണ്. 4 ആർ ഈക്വൽ 4 സൈൻ 120. സൈൻ 120 √3/2. അപ്പോൾ 4 × √3/2 അപ്പൊ എക്സും വൈയും കിട്ടി. എക്സും വൈ എന്താ എക്സ് -2 വൈ 2√3. അപ്പൊ സെഡ് തന്നെ. അപ്പം നമുക്ക് കിട്ടി ഇതിന്റെ കോർഡിനേറ്റ് കിട്ടി. 4 ഇതിന്റെ കോർഡിനേറ്റ് ഇങ്ങനെ കിട്ടി. ദെൻ നെക്സ്റ്റ് എക്സാമ്പിൾ 3. ഫൈൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ സർഫസ് ഹൂസ് ഇക്വേഷൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഈസ് r² + 4z² = 16. നമുക്കറിയാം r² = x² + y² ആണ്. r². അത് നമ്മൾ നേരത്തെ തന്നിട്ടുണ്ട്. r² = r²ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. r² = x² + y². അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഇക്വേഷൻ്റെ അകത്ത് r²ന്റെ സ്ഥാനത്ത് ഈ r² സ്ഥാനത്ത് x² + y². അപ്പം ഇതെന്താവും x² + y² + 4z² = 16. അപ്പോൾ 16 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ x²/16 + y²/16 + z²/4 = 1. ആൻഡ് ഇറ്റ്സ് ഗ്രാഫ് ഈസ് എലിപ്സോയിഡ്. എലിപ്സോയിഡ് ആണിത്. എലിപ്സോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ ഈ സെഡ് 0 XY പ്ലെയിനിൽ എന്തായിരിക്കും XY പ്ലെയിനിൽ ഇതിന്റെ ഇക്വേഷൻ എന്താകും ഇത് 0 ആയി കഴിഞ്ഞാൽ x² + y² = 16 ആണ്. എന്ന് വെച്ചാൽ 4 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ആയിരിക്കും XY പ്ലെയിനിൽ കിട്ടുക. XY പ്ലെയിനിൽ ഒരു സർക്കിൾ ആയിരിക്കും 4 റേഡിയസ് ഉള്ളത്. ദെൻ ഇനി നമുക്ക് നോക്കാം. ഇനി ഇതിനകത്ത് നമ്മൾ x 0 കൊടുക്കുക, x 0 കൊടുക്കുക. അപ്പൊ ഇത് പോയി. അപ്പൊ എന്താ കിട്ടുക y²/2 4² + z²/2² = 1. അപ്പൊ എന്താ YZ പ്ലെയിനിൽ ഇത് y ആണെന്ന് വിചാരിക്കുക. ഇത് y ആക്സിസ്, ഇത് z ആക്സിസ്. അങ്ങനെയാണെങ്കിൽ സെഡിന് എന്തായിരിക്കും 2 ഇത് 2, വൈക്കോ 4. ഇത് സെഡ് ആക്സിസ് ആണ്. YZ പ്ലെയിനിൽ എന്തായിരിക്കും ഒരു എലിപ്സ് ആയിരിക്കും. അതിന്റെ മേജർ ആക്സിസ് 4ഉം മൈനർ ആക്സിസ് 2 ആയിരിക്കും. എലിപ്സ് അതുകൊണ്ടാണ് ഇത് എലിപ്സോയിഡ് എന്ന് പറയുന്നത് YZ പ്ലെയിൻ. അതുപോലെ തന്നെ XZ പ്ലെയിനിലും അതൊരു എലിപ്സ് ആയിരിക്കും. ഇതേപോലത്തെ ഒരു എലിപ്സ് ആണ് കിട്ടുക. ഓക്കെ, അത് നിങ്ങൾ ഓർമ്മയാണ്. അതുകൊണ്ടാണ് ഇത് XY പ്ലെയിനിലെ സർക്കിൾ ആയിരിക്കും, YZ പ്ലെയിനിൽ എലിപ്സ് ആയിരിക്കും, XZ പ്ലെയിനിലും എലിപ്സ് ആയിരിക്കും. അത് ഓർമ്മ വേണം. നെക്സ്റ്റ് സ്പെറിക്കൽ കോർഡിനേറ്റിൽ എന്തായിരിക്കും? സ്പെറിക്കൽ കോർഡിനേറ്റിൽ റോ തീറ്റ ഫൈ ആണ്. ഇതാണ് റോ എന്ന് പറയുന്നത് ഒറിജിനൽ എന്നുള്ള ദൂരം. റോ ആ സ്പിയറിന്റെ റേഡിയസ് ആണ്. തീറ്റ എന്ന് പറയുന്നത് ആംഗിള്, ഈ ആംഗിള് തീറ്റ. ദെൻ ഫൈ എന്ന് പറയുന്നത് സെഡ് ആക്സിസ് ആയിട്ട് തരുന്ന ആംഗിള്. അതാണ്. ഇനി നമുക്ക് നോക്കാം. റോ എപ്പോഴും 0യിൽ കൂടുതലായിരിക്കും, തീറ്റ 0യ്ക്കും 2πയ്ക്കും ഇടയിലായിരിക്കും, ഫൈ 0യ്ക്കും πയ്ക്കും ഇടയിലായിരിക്കും ഫൈ. ഇനി റോ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ സ്പിയറിന്റെ റേഡിയസ് എ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ ഒന്നും പറയുന്നില്ല. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു സ്പിയർ ആയിരിക്കും, എ റേഡിയസ് ഉള്ള ഒരു സ്പിയർ ആയിരിക്കും. രണ്ടാമത്തെ ഫൈ ഈക്വൽ ടു എ, ഫൈയെ പറ്റി മാത്രമേ പറയുന്നുള്ളൂ. ഫൈ ഈക്വൽ ടു എ. അപ്പൊ ഈ ആംഗിൾ എ എന്ന് മാത്രം പറയുന്നുണ്ട്. ഇതാണ് ഫൈ ഈക്വൽ ടു എ. അപ്പൊ അതെന്തായിരിക്കും? അതൊരു കോണാണ്. ഫൈ ഈക്വൽ ടു എ എന്ന് പറയുന്നത് സ്പെറിക്കൽ
കോർഡിനേറ്റിൽ ഒരു കോണാണ്. ഈ എയുടെ വാല്യൂ 90ൽ താഴെയാണെങ്കിൽ ഇത് അപ്വേഡ്, ഓപ്പൺ അപ്വേഡ്. 90ൽ കൂടുതലാണെങ്കിൽ ഇത് താഴേക്ക് വരും. ഇത് 90ൽ കൂടുതലാണെങ്കിൽ ഇത് താഴേക്ക് എങ്ങനെയാണ് താഴേക്കാ വരിക? 90ൽ കൂടുതലാണെങ്കിൽ വരിക. ഈ ആംഗിൾ 90ൽ കൂടുതലായിരിക്കും. ഇനി 90 ആണെങ്കിലോ, 90 ആണെങ്കിൽ ഈ XY പ്ലെയിൻ കിട്ടും. അതാണ്. ദെൻ തേർഡ്, ഇക്വേഷനിൽ സ്പെറിക്കൽ കോർഡിനേറ്റ് തീറ്റ ഈക്വൽ ടു എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീറ്റ ഈക്വൽ ടു എ. ഇതാ തീറ്റ, ഈ ആംഗിൾ, ഇതിൽ ആംഗിൾ എടുക്കുക, എക്സ് ആക്സിസ് ആയിട്ടുള്ള ഒരു ആംഗിൾ എടുക്കുക, അത് തീറ്റ. അത് എ എന്ന് പറയുന്ന ഒരു തീറ്റയാണത്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കും? അതൊരു ഹാഫ് പ്ലെയിൻ ആയിരിക്കും. ഇനി ഇതിന്റെ റിലേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. റിലേഷൻ ബിറ്റ്വീൻ സ്പെറിക്കൽ കോർഡിനേറ്റ് ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. അതാണ്. അപ്പൊ സ്പെറിക്കൽ കോർഡിനേറ്റിൽ നമുക്കിത് തന്നിട്ടുണ്ട്. റോ തീറ്റ ഫൈ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് കണ്ടുപിടിക്കാനായിട്ട്, എക്സും വൈയും കണ്ടുപിടിക്കാനായിട്ട്, എക്സിനും വൈക്കും റോയും ഫൈയും, റോ സൈൻ ഫൈ, ഇവിടെയും റോ സൈൻ ഫൈ ഉണ്ട്. എക്സിനും വൈക്കും റോ സൈൻ ഫൈ ഉണ്ട്. ഇനി എക്സിന് കോസ് തീറ്റ ആയിരിക്കും, വൈക്ക് സൈൻ തീറ്റ ആയിരിക്കും. അതാണ്. എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് ഈക്വൽ ടു, സെഡിനകത്ത് തീറ്റ ഇല്ല, സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. അതാണ് ആദ്യത്തെ അൽക്കേഷൻ. ഇനി ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് റോ എന്ന് പറയുന്നത് ആ സ്പിയറിന്റെ റേഡിയസ് ആണെങ്കിൽ, ആ സ്പിയറിന്റെ റേഡിയസ് എന്താ? എക്സും വൈയും സെഡും ആണെങ്കിൽ സ്പിയറിന്റെ റേഡിയസ് നമ്മൾ √(x²+y²+z² എന്നാ പറയാം. അല്ലെങ്കിൽ റോ സ്ക്വയർ ഈക്വൽ ടു x²+y²+z². അപ്പൊ റോ ഈക്വൽ ടു ഇതാണ്. ഇനി കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? തീറ്റ കണ്ടുപിടിക്കാൻ കോസ് തീറ്റ x/√(x²+y²), സൈൻ തീറ്റ ഈക്വൽ ടു y/√(x²+y²), അല്ലെങ്കിൽ ടാൻ തീറ്റ ഈക്വൽ ടു y/x. കോട്ട് ഫൈയുടെ വാല്യൂ സെറ്റ് ബൈ റോ ആയിരിക്കും. കോട്ട് ഫൈയുടെ വാല്യൂ ഇതാ. റോ എപ്പോഴും, റേഡിയസ് എപ്പോഴും 0ൽ കൂടുതലായിരിക്കും. ആംഗിൾ 0യ്ക്കും 2πയ്ക്കും ഇടയിലായിരിക്കും. ഫൈ 0യ്ക്കും പൈക്കും ഇടയിലായിരിക്കും. ഫൈ ആംഗിൾ സെഡ് ആക്സുമായിട്ട് തരുന്ന ആംഗിൾ 0യ്ക്കും പൈക്കും ഇടയിലായിരിക്കും. തീറ്റ 0യ്ക്കും 2πയ്ക്കും ഇടയിലായിരിക്കും. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. പ്രോബ്ലം ചെയ്ത ഫൈൻഡ് ദ സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ ഓഫ് ദ കോൺ സെഡ് ഈക്വൽ ടു √(x²+y²). അപ്പൊ സെഡിന്റെ ഇക്വേഷൻ എന്താ? സെഡിന്റെ ഇക്വേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. സെഡിന്റെ ഇക്വേഷൻ നമുക്കറിയാം. ഇതാണ് സെഡിന്റെ ഇക്വേഷൻ. സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. അപ്പൊ സെഡ് ഈക്വൽ ടു ഇതാ, ഇതിന് പോലെ റോ കോസ് ഫൈ എടുക്കുക, റോ കോസ് ഫൈ. ഇനി നമുക്ക് എന്താ എടുക്കണ്ടേ? x²+y² തന്നിട്ടുണ്ട്. x²+y² എന്തായിരിക്കും? എക്സ് എന്താണ്? എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റയും, വൈ എന്താണ്? റോ സൈൻ ഫൈ സൈൻ തീറ്റയും. അപ്പം x²+y² എന്തായിരിക്കും? റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ പുറത്തെടുക്കുക, ബ്രാക്കറ്റിനുള്ളിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. x²+y² എന്ന് പറയുന്നത് റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ബ്രാക്കറ്റിൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ, കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ. ഇത് 1 ആണ്. അപ്പൊ x²+y² ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. അങ്ങനെയാണെങ്കിൽ സെഡ് ഈക്വൽ ടു, സെഡ് എടുത്ത് √(x²+y²) റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ, അത് കിട്ടി. റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. അപ്പം ഇവിടെ റോയും 0ൽ കൂടുതലാണ്, ഫൈയും 0ൽ കൂടുതലാണ്. അതുകൊണ്ട് എന്തായിരിക്കും? റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈയുടെ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ രണ്ടും പോസിറ്റീവ് ആയിട്ട് റോ സൈൻ ഫൈയുടെ റൂട്ട് റോ സൈൻ ഫൈ. റോ കോസ് ഫൈ ഈക്വൽ ടു റോ സൈൻ ഫൈ. അങ്ങനെയാണെങ്കിൽ റോയും കൂടെ പോയി കോസ് ഫൈ ഈക്വൽ ടു സൈൻ ഫൈ. അങ്ങനെയാണെങ്കിൽ ഫൈ എന്താ? ടാൻ ഫൈ ഈക്വൽ ടു 1. ഫൈ ഈക്വൽ ടു 45 ഡിഗ്രി. ഫൈ ഈക്വൽ ടു π/4. അതാണ് പൈ ഈക്വൽ ടു π/4 ആണ്. അതാണ് ഇതാ പൈ ഈക്വൽ ടു π/4 എന്ന് പറയുന്ന കോണാണ്. ഈ കോണാണ് ഈ ആംഗിൾ π/4. ഈ ആംഗിൾ π/4 അതൊരു കോണാണ്. അപ്പോൾ സെഡ് ഈക്വൽ ടു √(x²+y² എന്ന് പറയുന്ന ഒരു കോണിന്റെ ഇക്വേഷൻ ആണ്. ഇത് കാർട്ടീഷ്യൻ കോർഡിനേറ്റുള്ള കോണിന്റെ ഇക്വേഷൻ ആണ്. അതിന്റെ സ്പെറിക്കൽ കോർഡിനേറ്റുള്ള അതിന്റെ കോണിന്റെ ഇക്വേഷൻ ഫൈ ഈക്വൽ ടു π/4 എന്നാണ്. പൈ ഈക്വൽ ടു π/4. ഇതാണ് കോണ്. ഇനി നമുക്ക് വേറെ അതുപോലെ തന്നെ
ഫൈൻഡ് ദ സ്പെറിക്കൽ കോർഡിനേറ്റ് ഇക്വേഷൻ ഫോർ ദ സ്പിയർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെറ്റ് മൈനസ് 1. അപ്പം എക്സും സീറോ ഇതാ ഇതിന്റെ സെന്റർ എവിടെയാ വരിക? ഇത് എക്സ് സ്ക്വയർ ആയതുകൊണ്ട് 0, വൈ സ്ക്വയർ ആയതുകൊണ്ട് 0, സെറ്റ് മൈനസ് 1 ആണ് 1. 0, 0, 1 ഇതിന്റെ ഒറിജിൻ. ഇതാ ഇവിടെ ഒറിജിൻ. ഇതിന്റെ റേഡിയസ് 1 ആണ്. ഇതാണ് ഇതിന്റെ റേഡിയസും 1. ഇതാണ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു സെറ്റ് മൈനസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 എന്നുള്ളത് ഇക്വേഷൻ. അതിന് നമുക്ക് എക്സ് എന്താ? എക്സ് ഈക്വൽ ടു റോ സൈൻ ഫൈ കോസ് തീറ്റ. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് കിട്ടും. ഇനി y ഈക്വൽ ടു റോ സൈൻ ഫൈ സൈൻ തീറ്റ. അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഇത് കിട്ടും. സെഡ് ഈക്വൽ ടു എന്തായിരിക്കും? സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. അതാണ് സെഡ് മൈനസ് 1 എന്ന് പറഞ്ഞാൽ റോ കോസ് ഫൈ മൈനസ് 1 സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഈക്വേഷൻ 1 എന്നാണ്. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യുക. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ റോ സ്ക്വയർ ഈക്വൽ ടു 2 റോ കോസ് ഫൈ എന്ന് കിട്ടും. റോ സ്ക്വയർ ഈക്വൽ ടു 2 റോ കോസ് ഫൈ എന്ന് കിട്ടും. അതാണ് ആ സ്പിയറിന്റെ ഇക്വേഷൻ ആണിത്. ഇതിന്റെ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലുള്ള ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇൻറ്റു പ്ലസ് സെറ്റ് മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 1. അതിന്റെ സ്പെറിക്കൽ കോർഡിനേറ്റിലുള്ള അതിന്റെ ഇക്വേഷൻ റോ ഈക്വൽ ടു 2 കോസ് ഫൈ ആയിരിക്കും. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്പെറിക്കൽ കോർഡിനേറ്റും സിലിണ്ടറിക്കൽ കോർഡിനേറ്റും തമ്മിലുള്ള റിലേഷൻ. സ്പെറിക്കൽ കോർഡിനേറ്റ് ആർ ഈക്വൽ ടു എന്തായിരിക്കും? ആറ് എവിടെയുള്ളതാണ്? സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഉള്ളതാണ്. സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൽ 6 കാണാനായിട്ട് റോ സൈൻ ഫൈ കണ്ടാൽ മതി. തീറ്റ രണ്ടും തുല്യമാണ്. സെഡ് റോ കോസ് ഫൈ ആണ്. റോ ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. ഇതാണ്. അപ്പൊ ആറിന്റെ വാല്യൂ 6 എന്ന് പറയുന്നത് ഇതിലാണ് നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ 6 ഉള്ളൂ. 6 സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലാണ് 6 ഉള്ളത്. തീറ്റ രണ്ടിലും കോമൺ ആണ്. പിന്നെ ഇവിടെ റോ ഉണ്ട്. അപ്പൊ റോയും 6ഉം തമ്മിലുള്ള റിലേഷൻഷിപ്പാണിത്. റോയും 6ഉം തമ്മിൽ. ഇനി സെഡ് കാണാനായിട്ട് സെഡിന്റെ ഇക്വേഷൻ ഇതാണ്. തീറ്റ രണ്ടിലും കോമൺ ആണ്. ഇനി റോ കാണാനായിട്ട് 6 തന്നിട്ടുണ്ടെങ്കിൽ 6ഉം സെഡും അറിയാമെങ്കിൽ റോ കാണാനുള്ള ഇക്വേഷൻ ആണിത്. നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. സെഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഇതാണ്. ഈ സെഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ നമ്മൾ സ്പെറിക്കലിലേക്ക് കൊണ്ടുവരണം. സെഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ഏതിലുള്ള ഇക്വേഷൻ ആണ്? സിലിണ്ടറിക്കലുള്ള ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് എന്താ? ആർ ഈക്വൽ ടു ഇതാ. ഇവിടെ നമുക്ക് ആറിന്റെ റിലേഷൻ തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു എന്താ? ആർ ഈക്വൽ ടു റോ സൈൻ ഫൈ. ഇതാ ആർ ഈക്വൽ ടു ഇതാ ഇത് തന്നിട്ടുണ്ട്. ആർ ഈക്വൽ ടു റോ സൈൻ ഫൈ. തീറ്റ ഈക്വൽ ടു തീറ്റയാണ്. ദെൻ നമുക്ക് തന്നിരിക്കുക സെഡ് ഈക്വൽ ടു എന്താ? സെഡിന്റെ വാല്യൂ തന്നിട്ടുണ്ട്. സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ ആണ്. സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. സെഡ് ഈക്വൽ ടു റോ കോസ് ഫൈ. അപ്പൊ നമുക്ക് തന്നിരിക്കുന്നത് സെഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്നാ. അപ്പൊ സെഡ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ റോ കോസ് ഫൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ആർ സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ. അതാണ് ഇത് നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ അകത്ത് റോയും കൂടെ പോയി. അപ്പൊ സൈൻ ടാൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 1. ടാൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് എന്താ കിട്ടുക? ഫൈ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ മുകളിലേക്കുള്ളൊരു കോണ് ആകാം. ഓപ്പൺ അപ്വേഡ്. അല്ലെങ്കിൽ പൈ ഈക്വൽ ടു 3 പൈ ബൈ 4. അല്ലെങ്കിൽ താഴേക്കുള്ളൊരു കോണുമാകാം. അപ്പൊ ഇങ്ങനെ വരും. ഇതാണ് മുകളിലേക്കുള്ള കോണും താഴേക്കുള്ള കോണും. ഇതാ ഇവിടെ നമുക്ക് നേരത്തെ നമുക്ക് ഇവിടെ ഒരു കോണ കിട്ടി. ഇതാണ് പൈ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറയുന്ന കോൺ ഇതാണ്. അങ്ങനെ ഇതിന്റെ ആണെങ്കിൽ പൈ ഈക്വൽ ടു 3. ഇതിന്റെ കൂടുതൽ നമുക്ക് ഇവിടെ നമുക്ക് കിട്ടിയത് പൈ ഈക്വൽ ടു പൈ ബൈ 4. ഇവിടെ നമുക്ക് ടാൻ സ്ക്വയർ ഫൈ ഈക്വൽ ടു 1 ആണ്. അപ്പം ഫൈ ഈക്വൽ ടു പൈ ബൈ 4 ഓർ പൈ ഈക്വൽ ടു 3 പൈ ബൈ 4. പൈ ബൈ 4 എന്ന് വെച്ചാൽ 45 ഡിഗ്രി. അപ്പൊ 135 ഡിഗ്രി. ഇതാ ഇത് താഴേക്ക് വരുന്ന കോണിന്റെ ആംഗിൾ 135 ഡിഗ്രി ആയിരിക്കും. 135 ഡിഗ്രി. മുകളിലുള്ള കോണിന്റെ ആംഗിൾ 45 ഡിഗ്രി ആയിരിക്കും. ഓക്കെ. Then equation of some surface in 3 forms. ഫസ്റ്റ് വൺ കോൺ. ഇത് കോണാണ്. കോണിന്റെ റെക്ടാംഗുലർ ഉള്ള ഡെഫിനിഷൻ. കോണിന്റെ ഇക്വേഷൻ സെഡ് ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് ഇതിന്റെ ഇക്വേഷൻ.
സിലിണ്ടറിക്കൽ സെഡ് ഈക്വൽ ടു ആർ, സ്പെറിക്കലിലോ ഫൈ ഈക്വൽ ടു പൈ ബൈ 4 എന്ന് പറഞ്ഞാൽ ഈ ആംഗിൾ എപ്പോഴും പൈ ബൈ 4 ആയിരിക്കും. ഈ ആംഗിൾ എപ്പോഴും പൈ ബൈ 4 ആയിരിക്കും. അതാണ് അത് മൂന്നും ഓർമ്മ. ദെൻ നെക്സ്റ്റ് നമ്മുടെ സിലിണ്ടറിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? ഇവിടെ എക്സ് സ്ക്വയർ, ഇത് എക്സ് വൈ പ്ലെയിനിൽ ഇരിക്കുന്ന സിലിണ്ടറാണിത്. അതുകൊണ്ട് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 എന്നാണ്. ഇത് സെഡ് ആക്സിന് പാരലായിരിക്കും, അതുകൊണ്ടാണ് സെഡ് ആബ്സെന്റ്. അല്ലെങ്കിൽ ഇതിന് സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലാണെങ്കിൽ ഇതിന്റെ ഇക്വേഷൻ ആർ ഈക്വൽ ടു 1 ആണ്. ഇതിന്റെ സ്പെറിക്കൽ കോർഡിനേറ്റിലുള്ള ഇതിന്റെ ഇക്വേഷൻ റോ ഈക്വൽ ടു കൊസീക്കൻ ഫൈ ആണ്. അത് നിങ്ങൾ ഓർമ്മ വേണം. ദെൻ നെക്സ്റ്റ് അടുത്തത് എന്താ? സ്പിയർ ആണ്. സ്പിയറിന്റെ ഇക്വേഷൻ എന്താ? സ്പിയറിന്റെ ഇക്വേഷൻ നമുക്ക് ഇതിലറിയാം. സ്പിയറിന്റെ ഇക്വേഷൻ ഇതാണ്. സ്പിയറിന്റെ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 ആണ് റെക്ടാംഗിളുള്ള അതിന്റെ ഇക്വേഷൻ. സിലിണ്ടറിക്കൽ അതിന്റെ ഇക്വേഷൻ സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 മൈനസ് ആർ സ്ക്വയർ ആണ്. ഇനി സ്പെറിക്കലിലോ ഇതിന്റെ ഡിസ്റ്റൻസ് എല്ലായിടത്തോട്ടുള്ള ഡിസ്റ്റൻസ് എന്തായിരിക്കും? 1 ആണ്. ഇത് ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1 എന്ന് പറയുന്നത് സ്പിയറിന്റെ റേഡിയസ് 1 ആണ്. അപ്പൊ ഇതിന്റെ റേഡിയസ് 1 ആണ്. അപ്പൊ റോ ഈക്വൽ ടു 1 എന്നാണ് അതിന്റെ സ്പെറിക്കലിലുള്ള ഈ സ്പിയറിന്റെ ഇക്വേഷൻ. ദെൻ അടുത്തത് പരാബോളോയിഡ് ആണ്. പരാബോളോയിഡ് എന്ന് വെച്ചാൽ ഒരു കൊട്ട മുകളിലേക്ക് കമത്തി വെച്ചിരിക്കുന്ന പോലെ ഇരിക്കും. ഇതാണ് പരാബോളോയിഡ്. അത് സെഡ് ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ് അതിന്റെ ഇക്വേഷൻ, റെക്ടാംഗുലർ ഇക്വേഷൻ. ദെൻ അതിന്റെ സിലിണ്ടറിക്കലിലുള്ള ഇക്വേഷൻ സെഡ് ഈക്വൽ ടു ആർ സ്ക്വയർ ആണ്. ഇനി അതിന്റെ സ്പെറിക്കലിലുള്ള ഇക്വേഷൻ റോ ഈക്വൽ ടു കോസ് ഫൈ കൊസീക്കൻ സ്ക്വയർ ഫൈ ആണ്. ഇതാണ് നെക്സ്റ്റ് എന്താ? അടുത്തത് നമ്മുടെ പരാബോളോയിഡ് ആണ്. പരാബോളോയിഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ നെല്ല് കുത്തുന്ന ഒരലാണ്, പഴയ നെല്ല് കുത്തുന്ന ഒരലാണ്. ഇതാ ഈ നെല്ല് കുത്തുന്ന ഒരല്. അതിന്റെ പരാബോളോയിഡിന്റെ ഇക്വേഷൻ അത് നിങ്ങൾ ഓർമ്മ വേണം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു 1. അല്ലെങ്കിൽ നമ്മൾ ഇരിക്കാൻ ഉപയോഗിക്കുന്ന ഇങ്ങനത്തെ സ്റ്റൂളുണ്ട്. അതിന്റെ റെക്ടാംഗിളിലുള്ള ഇക്വേഷൻ സെഡ് സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ മൈനസ് 1. ദെൻ അതിന്റെ സ്പെറിക്കലിലുള്ള ഇക്വേഷൻ റോ സ്ക്വയർ ഈക്വൽ ടു മൈനസ് സീക് 2 ആണ്. ഇതാണ്. അപ്പൊ നമ്മളിവിടെ നമ്മൾ റിലേഷൻ ബിറ്റ്വീൻ കാർട്ടീഷ്യൻ, സിലിണ്ടറിക്കൽ ആൻഡ് സ്പെറിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ ഈ സിലിണ്ടറിക്കൽ വോളിയവും അതുപോലെ തന്നെ ഏരിയയും ഒക്കെ കാണുകയാണ്. അത് നമ്മൾ അടുത്ത വീഡിയോയിൽ കാണും. അപ്പൊ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.